നമ്മളേവരും കാത്തിരുന്ന മെഡിഗ്ലോയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയ താരം ഭാമ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ കമോൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ കംപ്ലീറ്റ് സ്നേഹവും നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ഹിയർ ഈസ് ദ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ഓഫ് മെഡിഗ്ലോ കോസ്മെറ്റോളജി ക്ലിനിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ക്ലിനിക്. സോ നമുക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ ഭാമയെ സ്വാഗതം ചെയ്യാം. മലയാളത്തിലെ ഒരുപാട് മികച്ച സിനിമകളിലൂടെ, മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഭാമ മെഡിഗ്ലോയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ കം ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. അതിഗംഭീരമായ ഒരു കൈയടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഭാമയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഭാമ, വെൽക്കം ടു മെഡിഗ്ലോ. അപ്പോ മെഡിഗ്ലോയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിക്കായിട്ട് ഒരു നാട് മൊത്തം കാത്തിരിക്കുകയാണ്. സോ ഫൈനലി മെഡിഗ്ലോ ഇസ് ഹാപ്പനിങ് ഇൻ കാലിക്കറ്റ് അല്ലെ, അവരുടെ 4th ഔട്ട്ലെറ്റ് ആണ്. ഓൾറെഡി വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഇന്ന് കോഴിക്കോട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് യു ആർ അവർ സ്പെഷ്യൽ ഗസ്റ്റ്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മുടെ കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്? ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കോഴിക്കോടുകാർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. മെഡിഗ്ലോയുടെ നമുക്കറിയാം 4ാമത്തെ ബ്രാഞ്ചാണ് അത് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലത്ത് തുടങ്ങി പത്തനംതിട്ട, തൃശ്ശൂർ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ അവരുടെ ഒരു വിജയയാത്ര ഇവിടെ പൂർത്തിയായിട്ടില്ല, ഇനിയും കിടക്കുവാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുകൾ മെഡിഗ്ലോയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, അവരുടെ സേവനം എത്രത്തോളം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പാർവതി, ഡോക്ടർ മനോജ് ഉണ്ണിത്താൻ, അവരുടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു നല്ല ടീമിൻ്റെ നേതൃത്വത്തിലാണ് മെഡിഗ്ലോ ഇത്രയും സക്സസ് ആകുന്നതും ഒക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവർ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ഇപ്പം നോൺ സർജിക്കൽ എന്താ പറയുക, ഫാറ്റ് റിഡക്ഷൻ ആണെങ്കിലും ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള US ഹൈഡ്രാ ഫേഷ്യൽ, അങ്ങനെ ഒട്ടനവധി പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നു. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ 80s നോക്കുകയാണെങ്കിൽ ഒരു ഫേഷ്യൽ മാത്രമേ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും എത്രത്തോളം ഇമ്പോർട്ടൻസ് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാലം മാറി. പണ്ട് 30കളിലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60കൾ എന്ന് തോന്നുമെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ 30 ഏതാണ് 60 ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പ്രൊഫഷണൽസിനെ ആണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ദൈവം തന്നിട്ടുള്ള നമ്മളുടെ ശരീരവും സ്കിന്നും മുടിയും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു നമുക്ക് ആകാവുന്ന രീതിയിൽ നോക്കാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ടെന്നിരിക്കെ ഇത്തരം പുതിയ സേവനങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും മെഡിഗ്ലോയുടെ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് വരട്ടെ. എല്ലാവർക്കും അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ഇവരുടെ ഒരു വിജയയാത്ര മുന്നോട്ടുണ്ടാവട്ടെ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭാമ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ